ഇപ്പൊ ഭൂമിയിലുള്ള കുഴപ്പങ്ങളും അക്രമങ്ങളും അനീതികളെല്ലാം ചൂണ്ടിക്കാണിച്ച് അതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇതേ രൂപത്തിലുള്ള ചില സംഭവങ്ങൾ, അതായത് ആരുടെയെങ്കിലും പ്രിയപ്പെട്ട ആളുകളുടെ മരണോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ വന്ന ചില ആഘാതങ്ങൾ, അത് കാരണം കാരുണ്യവാനായിട്ടുള്ള ദൈവത്തെ ചോദ്യം ചെയ്ത്, അതായത് ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുക എന്നെല്ലാം ചോദ്യം ചെയ്തിട്ട് ദൈവനിഷേധികളായിട്ട് മാറിയ ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. ഏറ്റവും വലിയൊരു വിരോധാഭാസമാണത്. ദൈവത്തെ നിഷേധിക്കുന്നതോടുകൂടെ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇപ്പൊ ഭൂമിയിൽ നിരവധി കുഴപ്പങ്ങളും പ്രത്യാഘാതങ്ങളെല്ലാം ഭൂമിയിൽ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ആ കുഴപ്പങ്ങള് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ ആ കുഴപ്പങ്ങൾ അപ്പോഴും അതേ രൂപത്തിൽ അവിടെ നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ നിഷേധിക്കുന്നതോടുകൂടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, മറിച്ച് ചോദ്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. അടുത്ത കാലത്ത് ഒരു പ്രസിദ്ധനായിട്ടൊരു ഭൗതികവാദി, അതൊരു ജൂതനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ പറയുന്ന കാരുണ്യവാനായിട്ടുള്ള ദൈവം ലോകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഹോളോകാസ്റ്റ് ലോകത്ത് സംഭവിക്കില്ലായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ന്യായം. അതായത് ഹോളോകാസ്റ്റ് എന്ന് വെച്ചാൽ ഹിറ്റ്ലർ രണ്ടാം ലോക ആയുധത്ത് ജൂതന്മാർക്കെതിരെ നടത്തിയ നരനായാട്ട്, അത് ലോകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള. അതുകൊണ്ടാണ് അദ്ദേഹം നിഷേധിയായത്. അദ്ദേഹം മാത്രമല്ല, നിരവധി ജൂതന്മാർ ആ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പല ജൂതന്മാരും പിന്നീട് ഇതേ രൂപത്തിൽ ദൈവനിഷേധികളായിട്ടും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിട്ടെല്ലാം മാറിയത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്രയേറെ വലിയ ക്രൂരതയാണ് അക്കാലഘട്ടത്ത് അരങ്ങേറിയത്. നമുക്ക് 6 മില്യൺ 60 ലക്ഷം ആളുകളെയാണ് അക്കാലഘട്ടത്തിൽ ജൂതന്മാരെയാണ് ഹിറ്റ്ലർ തെരഞ്ഞുപിടിച്ച് വധിച്ചത്. രണ്ടാം ലോക ആയുധത്തിന്റെ എല്ലാം ചരിത്രം ഹൃദയമുള്ള ഏതൊരാളെയും കണ്ണ് നനയിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്രൂരതകൾ അക്കാലഘട്ടത്ത് അരങ്ങേറിയിരുന്നു. ഇപ്പൊ ജർമ്മനിയുടെ വ്യത്യസ്ത ഭാഗത്ത് നിരവധി കോൺസെൻട്രേഷൻ ക്യാമ്പ്, അപ്പൊ അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഓഷിറ്റ്സ് എന്നറിയപ്പെടുന്ന ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മാത്രം 30 ലക്ഷം ആളുകളാണ് ആ ഒരൊറ്റ ക്യാമ്പിൽ മാത്രം വധിച്ചത്. ചിന്തിച്ചു നോക്കുക. അതിൽ റെക്കോർഡായിട്ട് പറയുന്നത് ഒരൊറ്റ ദിവസം 56,000 ആളുകളെ ഒരൊറ്റ ദിവസം ആ ക്യാമ്പിൽ അവർ വധിച്ചിരുന്നു എന്നുള്ള. ചിന്തിച്ചു നോക്കുക. അതായത് ഇപ്പൊ ജർമ്മനിയുടെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് അവർ ജൂതന്മാരെ തെരഞ്ഞുപിടിച്ച് ഒരു ട്രെയിനകത്ത് കുത്തി നിറച്ച് കൊണ്ടുവരാൻ. അത് ക്യാമ്പിന് മുമ്പിൽ എത്തുന്ന സന്ദർഭത്തിൽ രക്ഷിതാക്കളെയും കുട്ടികളെയും രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. നന്നേ പ്രായം കുറഞ്ഞ കുട്ടികളെ നേരിട്ട് ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോവാണ്. കാരണം അവര് ശബ്ദം ഉണ്ടാക്കും, അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് നേരിട്ട് ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോകുക. കുളിപ്പിക്കാൻ എന്നുള്ള വ്യാജേനെ ഗ്യാസ് ചാമ്പറിനകത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് അവർ ആ വിഷവാതകം കൊടുക്കുകയാണ്. കൂട്ട നിലവിളികൾ ഉയരുമായിരുന്നു. അവസാനം ആ നിലവിളികളുടെ ശബ്ദം ഇങ്ങനെ കുറഞ്ഞ് ആ ശബ്ദം നിലച്ചാൽ ഗ്യാസ് ചാമ്പർ തുറക്കും. ആ സന്ദർഭത്തിൽ കുന്നുകൂടി കിടക്കുന്ന ശവശരീരങ്ങളായിരുന്നു അവിടെ കണ്ടിരുന്നത് എന്നുള്ളത്. അതൊന്നിച്ചെടുത്ത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന അവരെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരെ കൂട്ടായിട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. ചിന്തിച്ചു നോക്കുക. അത്രയും വലിയ ക്രൂരതകളാണ് അക്കാലഘട്ടത്തിൽ. ഇപ്പോൾ ഓഷിറ്റ്സ് എന്നറിയപ്പെടുന്ന ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു നമ്മൾ പല ആളുകളും വായിച്ചിട്ടുണ്ടാവും. ആൻ ഫ്രാങ്ക് എന്നറിയപ്പെടുന്ന കുട്ടി, അവരുടെ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ, പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. അതേ രൂപത്തിലുള്ള ക്രൂരതകൾ അക്കാലഘട്ടത്ത് അരങ്ങേറി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഏറ്റവും കണ്ണ് നനയിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ അത് ഏതെങ്കിലും ഒരു പുതിയ മരുന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് അതിന്റെ ട്രയൽ അത് ചില ജീവികളിൽ കുത്തിവെച്ചെല്ലാം പരീക്ഷിക്കും. എന്നിട്ട് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അവര് മാർക്കറ്റിലേക്ക് ആ ഡ്രഗ് അവർ പുറത്തിറക്കും. അതേ രൂപത്തിൽ അക്കാലഘട്ടത്ത് അവരുടെ പരീക്ഷണ വസ്തുക്കളായിട്ട് അവർ ഉപയോഗിച്ചത് കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള കുട്ടികളായിരുന്നു. അതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു അവര് പരീക്ഷണ വസ്തുക്കളായിട്ട് ഉപയോഗിച്ചത്. ആ കുട്ടികളുടെ മേലേക്ക് അതേ രൂപത്തിലുള്ള മാരകമായിട്ടുള്ള മരുന്നുകൾ അവർ കുത്തിവെച്ച്, മാത്രമല്ല കുട്ടികളുടെ കയ്യും കാലെല്ലാം വെട്ടിയെടുത്ത് അവര് നിരവധി ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ അവർ ആ കാലഘട്ടത്തിൽ ചെയ്തു എന്നുള്ളതാണ്. നിഷ്കളങ്കരായിട്ടുള്ള ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതേ രൂപത്തിലുള്ള ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നത്? എവിടെ കാരുണ്യവാനായിട്ടുള്ള ദൈവം? അതാണ് അവർ പറയുന്നത്, അതാണ് അവർ ചോദിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, പിശാജ് പോലും ഓട്ടോഗ്രാഫ് വാങ്ങിയേക്കാവുന്ന രൂപത്തിലാണ് ഹിറ്റ്ലറെല്ലാം ഈ ലോകത്ത് ക്രൂരതകൾ ചെയ്തത്. എന്തുകൊണ്ട് ഇതെല്ലാം ദൈവം അനുവദിച്ചു? അതാണ് അവരുടെ ചോദ്യം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ അയാളെ ദൈവനിഷേധിയാക്കി മാറ്റി എന്നുള്ളത്. നിരവധി ആളുകളെ ഇത്തരം അനുഭവങ്ങൾ ദൈവനിഷേധിയാക്കി മാറ്റി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒരാൾ ദൈവനിഷേധിയാകുന്നതോടുകൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത്തരം ആളുകളോട് തിരിച്ചു ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അനീതികളെല്ലാം ലോകത്ത് സംഭവിച്ചത്? ഈ അനീതികൾ നേരിടേണ്ട വന്ന ആളുകൾക്ക് നീതി പുലരുന്ന ഒരു ലോകം വേണ്ടേ? ഹിറ്റ്ലറിനെ പോലെ ഇത്രയും വലിയ ക്രൂരതകൾ നടത്തിയ ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടേണ്ടതില്ല. നമുക്കറിയാം അവസാനം എന്താ സംഭവിച്ചത്. അവരുടെ കൈകളിൽ പോലും അദ്ദേഹത്തെ കിട്ടിയില്ല. ആ ബങ്കറിനടിയിൽ അദ്ദേഹം സ്വയം തലയിലേക്ക് വെടി ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ കയ്യിൽ പോലും അദ്ദേഹത്തെ നേരിട്ട് പിടിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്ത അദ്ദേഹത്തെ വെറുതെ വിടാൻ പാടുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ദൈവത്തെ നിഷേധിക്കുന്നതോടുകൂടെ
അതിനെല്ലാം ഉത്തരം അവർക്ക് ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും ലഭിക്കുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഒന്നാമതായിട്ട് നീതിമാനായിട്ടുള്ള ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നുണ്ട്. അതാണ് ചിത്രത്തിന്റെ വരാനിരിക്കുന്ന അടുത്ത പകുതി. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ചിത്രത്തിന്റെ അടുത്ത പകുതി വെച്ചുകൊണ്ട് ചിത്രത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ നിഷ്കളങ്കരായിട്ട് വധിക്കപ്പെട്ട കുട്ടികൾ, അത് അവിടെ മാത്രമല്ല, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മാത്രമല്ല, ഇന്നും അതേ രൂപത്തിൽ ആ വധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയയിലും ഫലസ്തീനിലെല്ലാം യമനിലെല്ലാം നമ്മളറിയാം, നിഷ്കളങ്കരായിട്ടുള്ള നിരവധി കുട്ടികളെ അകാരണമായിട്ട് വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ രൂപത്തിൽ വധിക്കപ്പെട്ട നിഷ്കരങ്ങളായിട്ടുള്ള കുട്ടികൾ നാളെ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ പകുതി ആ നീതിമാനായിട്ടുള്ള അള്ളാഹുവിന്റെ കോടതിയിൽ അവർ ചോദിക്കപ്പെടും. സൂറത്ത് തക്വീർ, പരിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ അധ്യായം സൂറത്ത് തക്വീറിന്റെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദൽ മൗഊദത്തു സുഇലത്, അന്യായമായിട്ട് ഇതേ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഓരോ കുട്ടികളും അന്ന് ചോദിക്കപ്പെടും, ബി അയ്യി ദംബിൻ ഖുതിലത്, എന്ത് കുറ്റത്തിനാണ് ഞങ്ങളെ വധിച്ചത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയേറെ ക്രൂരതകൾ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്തത്? അതേ രൂപത്തിൽ ഓരോ കുട്ടികളും അക്രമികളോട് ചോദിക്കാൻ പോകുന്ന ഒരു ദിവസം മുമ്പിൽ വരാനുണ്ട്. അതാണ് ചിത്രത്തിന്റെ അടുത്ത ഭാഗം. ഇനി അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ലോകത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർ ചെയ്യുന്ന അക്രമങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ നീതി നടപ്പിലാക്കുന്ന ഒരു സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം ദീർഘിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം ദീർഘിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഈ ലോകത്തേക്ക് നമ്മൾ അയച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ലത് ചെയ്യുന്നത്, ആരാണ് ചീത്തത് ചെയ്യുന്നത്, അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു പരീക്ഷ ഹാളിലാണ് ഇരിക്കുന്നത്. പല സന്ദർഭത്തിലും പരീക്ഷ ഹാളിൽ വെച്ച് കുട്ടി തെറ്റെഴുതുന്നത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ചില ടീച്ചർ ആ തെറ്റ് തിരുത്തില്ല. കാരണം തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പരീക്ഷ എന്ന് പറയാൻ സാധിക്കുക? ടീച്ചർക്ക് കൃത്യമായിട്ട് ആ കുട്ടിയുടെ പേപ്പർ നോക്കാനുള്ള ഒരു ദിവസം മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലായിരിക്കും ടീച്ചർ അതിനെ കൃത്യമായിട്ട് നോക്കുക. അതേ രൂപത്തിൽ, ഉദാഹരണം പൂർണ്ണമായിട്ട് ശരിയല്ല, അതേ രൂപത്തിൽ ഇവിടെ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ചെയ്യുന്ന അക്രമത്തിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ്. സൂറത്ത് ഇബ്രാഹിമിന്റെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ കരുതല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇന്നമാ യുഅഖിറുക്കും ലിയൗമിൻ തഖ്ശസ്സു ഫീഹിൽ അബ്സ്വാർ, തീർച്ചയായിട്ടും കണ്ണ് തള്ളിപ്പോകുന്ന ഭയാനകരമായിട്ടുള്ള ഒരു ദിവസം വരെ അവർക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം സാക്ഷിയാണ്. അവർക്ക് അവരുടെ കയറിങ്ങനെ അഴിച്ചിട്ട് കൊടുത്താൻ അവരുടെ കുഴി തന്നെ സ്വയം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര അവർ ആഴത്തിൽ കുഴിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക. അവസാനം ആ കുഴിയിലേക്ക് തന്നെ, നരകമാകുന്ന ആ കുഴിയിലേക്ക് അവർ വന്ന് വീഴാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൃത്യമായിട്ട് അവിടെ പീഡനങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് പ്രതിഫലവും അതേ സന്ദർഭത്തിൽ അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷയും നൽകാനിരിക്കുന്ന ഒരു ലോകം വരാനിരിക്കുന്നുണ്ട്. അതാണ് ചിത്രത്തിന്റെ പകുതി. ആ പകുതി ചിത്രം വെക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ആ ചിത്രകാരന്റെ കാരുണ്യവും അതേപോലെ തന്നെ ആ കാരുണ്യവും നീതിയുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ആ പകുതി ചിത്രത്തെ മാറ്റിവെച്ച് ആ ചിത്രത്തിലേക്ക് നോക്കി ചിത്രകാരനെ പഴിക്കുന്നത് എത്ര വലിയ അർത്ഥശൂന്യമായിട്ടുള്ള വിമർശനമാണ്.